അവസരങ്ങളുടെ പെരുമഴയാണ് വിഴിഞ്ഞത്തിലൂടെ സംസ്ഥാനത്തുണ്ടാവുക. വിഴിഞ്ഞം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളും അനന്തമാണ്. രാജ്യത്തെ മറ്റു തുറമുഖങ്ങളെയും അയൽ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെയും അപേക്ഷിച്ച് വിഴിഞ്ഞം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് പരിശോധിക്കാം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. ഭാരതത്തിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത പ്രത്യേകതകൾ. നീണ്ടുകിടക്കുന്ന കടൽ തീരം. കുറച്ചുകാലം മുമ്പ് വരെ സംസ്ഥാനത്തെ മൈനർ പോർട്ടുകളിൽ ഒന്ന് മാത്രമായിരുന്ന വിഴിഞ്ഞം മേജർ പോർട്ടായി മാറുകയാണ്. കേരളത്തിന്റെ ആദ്യ രാജവംശകാലം മുതൽ വിഴിഞ്ഞം പ്രസക്തമാണ്. അതായത് 1000-ലധികം വർഷത്തെ ചരിത്രം പേറുന്ന പ്രദേശം. ശ്രീമൂലം മഹാരാജാവ് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് നിന്ന കാലത്തും വിഴിഞ്ഞം കടൽ മാർഗമുള്ള കച്ചവടത്തിനുള്ള പ്രധാന തുറമുഖമായിരുന്നു. എങ്കിലും വിഴിഞ്ഞത്ത് വികസനമെത്തിയത് ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് സർ CP ദിവാനായി എത്തിയപ്പോഴാണ്. എന്നാൽ ഐക്യ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ ഏക തുറമുഖമായി മാറിയത് കൊച്ചിയാണ്. പിന്നീട് 1991 കെ കരുണാകരൻ മന്ത്രിസഭയിൽ MV രാഘവൻ തുറമുഖ മന്ത്രിയായപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ചർച്ചയായി തുടങ്ങി. കസ്റ്റംസ് പോർട്ടായി മാറിയ വിഴിഞ്ഞത്തേക്ക് ചെറു കപ്പലുകൾ എത്തുന്നത് പതിവായി. UPA സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ ഇടപെട്ട് അവസാനിപ്പിച്ചു. വിഴിഞ്ഞത്തെ വികസന പ്രതീക്ഷകൾക്ക് പുതുജീവൻ ലഭിക്കുന്നത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ്. പ്രതിസന്ധികളും വിയോജിപ്പുകളും പല കോണുകളിൽ നിന്ന് ഉയർന്നെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോയി. തുറമുഖം പണിയാനുള്ള കരാർ 7700 കോടിക്ക് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഇടതുപക്ഷമാണ് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്നത്. വിജിലൻസ് ജുഡീഷ്യൽ അന്വേഷണവുമായി പദ്ധതി വീണ്ടും വൈകി. എന്നാൽ രാജ്യത്തിന്റെ ചരക്ക് ഗതാഗത മേഖലയുടെ വളർച്ചയ്ക്ക് വിഴിഞ്ഞം തുറമുഖം അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തതോടെയാണ് പദ്ധതിക്ക് വേഗം കൂട്ടിയത്. എന്തുകൊണ്ട് വിഴിഞ്ഞം? രാജ്യത്തേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ചരക്കുകളും കടൽ മാർഗമാണ് എത്തുന്നത്. എന്നാൽ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന ഒരു തുറമുഖവും രാജ്യത്ത് വേറെയില്ല. 24 മീറ്റർ സ്വാഭാവിക ആഴമാണ് വിഴിഞ്ഞത്തിന്റെ ഹൈലൈറ്റ്. കൊളംബോയും സിംഗപ്പൂരും ജബൽ അലിയും സലാലയും അടക്കി വാഴുന്ന പോർട്ട് ചരക്ക് രംഗത്തേക്കാണ് വിഴിഞ്ഞം തലയെടുപ്പോടെ എത്തുന്നത്. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എങ്ങനെയാകും അയൽ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകുക? സിംഗപ്പൂർ, UAE, ശ്രീലങ്ക, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ വലിയ തുറമുഖങ്ങളിൽ മദർഷിപ്പുകൾ വഴി എത്തുന്ന ചരക്കുകൾ ശേഷം ചെറിയ കപ്പലുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഈ പ്രക്രിയയ്ക്കാണ് വിഴിഞ്ഞം മാറ്റം വരുത്തുന്നത്. കോടിക്കണക്കിന് രൂപ ഇതുവഴി രാജ്യത്തിന് നഷ്ടമാകാതെ കാക്കാനും കഴിയും. മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖം നിലവിൽ കൊളംബോയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് മാറ്റം വരും. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിന്റെ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും. ലോക കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം എന്നതാണ് ശ്രദ്ധേയം. യൂറോപ്പ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്നതാണ് രാജ്യാന്തര കപ്പൽ പാത. ഇന്ത്യൻ സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ കാണുന്ന പ്രധാന ലൈറ്റ് ഹൗസ് വിഴിഞ്ഞത്തേതാണെന്നും കൂടി ഓർക്കണം. രാജ്യാന്തര സമുദ്ര വ്യാപാരത്തിന് കൊടിപിടിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞമെന്ന സാരം.